വെൽക്കം ടു നസ്രത്ത് ഹോം സീരീസ് എപ്പിസോഡ് 4. നമ്മളിന്ന് കോളം ഫൂട്ടിങ്ങിൻ്റെ ബാർബെൻഡിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം JSW TMT ആണ് ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കോളത്തിൻ്റെ മാറ്റാണ്. 10mm ഡയ സ്റ്റീലാണ് ഈ ഫൂട്ടിങ്ങിൻ്റെ മാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ കോളം ഫൂട്ടിങ്ങിൻ്റെ എക്സ്കവേഷനും PCC എല്ലാം നമ്മൾ കാണിച്ചിരുന്നു. നമുക്ക് മൊത്തം 37 കോളംസാണ് ഈ പ്രൊജക്റ്റിൽ വരുന്നത്. അതിൽ 20x20 സൈസ് വരുന്ന കോളംസ് ഒരു 29 ബാക്കി 8 ഒരു 40x20 സൈസിൻ്റെ കോളംസുമാണ് വന്നിരിക്കുന്നത്. അപ്പം ആ സൈസിലേക്ക് വേണ്ട മാറ്റുകളാണ് നമ്മളിത് ഇവിടെ ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ എന്താണോ അത് ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ചരടുകൾ വെച്ചിട്ട് ഇവിടെ നമ്മൾ മൊത്തം സെറ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ഔട്ട് ചെയ്തതിനകത്ത് കോളത്തിൻ്റെ പൊസിഷൻ എവിടെ വരുന്നു അത് പ്ലം ബോബ് വെച്ചിട്ട് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് മാറ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് കോളത്തിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കമ്പി ഏതാണോ അത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 37 കോളംസും നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലും കറക്റ്റ് വെർട്ടിക്കാലിറ്റിയും ചെക്ക് ചെയ്ത് പ്ലേസ് ശേഷം അതിൻ്റെ ഷട്ടറിങ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. M20 മിക്സാണ് നമ്മളിവിടെ കോൺക്രീറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മിക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3. അൾട്രാടെക് സിമെൻ്റാണ് നമ്മളിവിടെ കോൺക്രീറ്റിന് എടുത്തിരിക്കുന്നത്. മിക്സർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിട്ട കോൺക്രീറ്റിൻ്റെ എയർ ബബിൾസ് എല്ലാം റിമൂവ് ചെയ്ത് കോൺക്രീറ്റ് കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈബ്രേറ്റർ മെഷീൻ നമ്മൾ കോൺക്രീറ്റിന് പ്രോപ്പർ വൈബ്രേഷൻ കൊടുക്കുന്നത് കൊണ്ട് ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തും ബോണ്ടിങ്ങും ഡ്യൂറബിലിറ്റിയും പിന്നീട് ഫിനിഷിങ്ങും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി ബാക്കിയുള്ള വർക്കിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.